Next question. If x is equal to a log ax inverse plus a inverse, prove that x into x plus 1 d square y by dx square plus x into dy by dx is equal to y minus 1. The question മാറിപ്പോയാ ഞാനിപ്പോൾ y is equal to x ആണ്. y is equal to x log a x inverse plus a inverse ആണ് എങ്കിൽ x into x plus 1 d square y by dx square plus x into dy by dx is equal to y minus 1 എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം y എടുക്കാം. y എന്ന് പറയുന്നത് x log എ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ax, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/a, ലോഗ് 1/1. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. എക്സ് ലോഗ് എങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. എക്സ് ലോഗ് LCM 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇതല്ലേ നോക്കിയേ, 1 ഡിവൈഡ് ബൈ എ എക്സ് 1 ഡിവൈഡഡ് ബൈ എ. നമ്മൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഡി വൈ ബൈ ഡി എക്സ് എടുക്കുമ്പം ഇതിൻ്റെ അകത്തും എക്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തും എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പം 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ദിസ് പ്ലസ് എക്സ് ഇൻറ്റു ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ബൈ എ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. 1 പ്ലസ് എക്സ് ബൈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും എ എക്സ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എക്സ് ഇൻറ്റു എ ബൈ എ എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് പ്ലസ് ഈ എ എക്സ് മുകളിലോട്ട് വരുമ്പം എ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ്. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം എ എക്സ് മൈനസ് എ പ്ലസ് എ എക്സ് എന്ന് പറയുമ്പോൾ എ എക്സ് പോയി. അപ്പം അവിടെ മൈനസ് എ ഡിവൈഡ് ബൈ എ സ്ക്വയർ എക്സ് സ്ക്വയർ വരും. അപ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. ഈ 2 എയും ഈ എയും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പം മിച്ചം എന്തേ ഉള്ളൂ, ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് മൈനസ് ഈ എയും കൂടെ എ സ്ക്വയർ. ഈ എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് 1/1 പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് മൈനസ് 1/1 പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പം ഇത് ഡി വൈ ബൈ ഡി എക്സ്, ഇതിനെ 1 എന്ന് എടുക്കാം. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യാനായിട്ട് ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്, d square y by dx square is equal to ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എ എക്സ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എക്സ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അടുത്തത് മൈനസ് 1/1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 1 പ്ലസ് എക്സ് ആണേ ഉള്ളൂ. 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവും എക്സിൻ്റെ ഡെറിവേറ്റീവും സെയിമാണ്. അപ്പോൾ നമ്മൾ മൈനസ് അവിടെ കോമൺ ആയിട്ട് ഇട്ടു. 1/1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് 1/1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സിൻ്റെത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1/1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് എക്സ് ആണ് വരുന്നത്. എക്സ് അല്ലല്ലോ, 1 പ്ലസ് എക്സ് ആണ്. അപ്പോൾ 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് ഇൻറ്റു 1 വരുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു എ എക്സ് മൈനസ് എ എക്സ്. അപ്പോൾ അത് എ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പം ഈ എയും എ സ്ക്വയറും കൂടെ പോയി ഒരു എക്സ് വെട്ടിപ്പോകും. പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് വരും. ഈ എക്സും ഇവിടുത്തെ എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/x ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് വേണ്ടത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. രണ്ട് നമ്മൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ എക്സ് ബൈ എക്സ് പ്ലസ് 1 വരും. ഇതിനെ ഇക്വേഷൻ 2 എടുക്കുക. ഇനി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്ന് നോക്കാം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1. ഇതിനെ 3 എന്ന് വിളിച്ചു. ആഡിങ് 2 and 3 നമുക്ക് വേണ്ടത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ മൈനസാണ്, ഇവിടെ മൈനസ് എ അല്ലേ, അപ്പോൾ ഇത് -1 വരും, ഇവിടെ -1. അപ്പം -1 പ്ലസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് പ്ലസ് മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 വരും. ദിസ് ഈസ് ഈക്വൽ ടു -1. എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ്, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഉള്ളത് എക്സ് ലോഗ് 1 പ്ലസ് എക്സ് ബൈ എ എക്സ് ആണ്. അതെന്താണ്, നമ്മുടെ വൈ അല്ലേ, എക്സ് ലോഗ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് വൈ. ദെർഫോർ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ -1. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്തത് if y is equal to tan inverse x square, prove that x square plus 1 the whole square d square y by d x square plus 2x into x square plus 1 dy by dx minus 2 is equal to 0. അപ്പോൾ y is equal to tan inverse x square. Prove that x square plus 1 whole square d square y by dx square plus 2x into x square plus 1 dy by dx minus 2 is equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ y is equal to tan inverse x the whole square. അപ്പം dy by dx എന്ന് പറഞ്ഞാൽ നമ്മളിത് എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് y ഈക്വൽ ടു tan inverse x the whole square ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 2 ഇൻറ്റു tan inverse x, അപ്പോൾ ഇവിടെ എക്സ് അല്ല tan inverse എസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് tan inverse ഓഫ് എക്സും കൂടെ വരികയല്ലേ. അപ്പം y ഈസ് ഈക്വൽ ടു tan inverse x the whole square. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ tan inverse എക്സിന് പകരം നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 2 ഇൻറ്റു tan inverse x ഇൻറ്റു പിന്നെ എക്സിന് പകരം tan inverse ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വേണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 tan inverse x ഇൻറ്റു 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പം 2 tan അപ്പം 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 tan inverse x എന്ന് വരും. നമുക്ക് വേണ്ടത് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇൻറ്റു 2x ചെയ്യുമ്പോൾ 4x tan inverse x വരും. അപ്പോൾ ഇത് ഡി വൈ ബൈ ഡി എക്സിനെ 1 എന്നെടുക്കുക, ഇതിനെ നമ്മൾ 2 എന്നെടുക്കുക. നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ വേണ്ടി ഡിഫറൻഷ്യേറ്റ് ഈ 1നെ ഡിഫറൻഷ്യേറ്റ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 tan inverse ബൈ അല്ലേ 2 tan inverse ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു tan inverse എക്സ് എന്ന് പറയുമ്പോൾ 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 tan inverse എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈ 1 പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യും. 2 മൈനസ് 4x tan inverse എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. അപ്പം നമ്മൾ
എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇസ് ഈക്വൽ ടു 2 മൈനസ് 4 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇതിനെ 3 എന്ന് വിളിക്കുക. ഇനി നമ്മൾ 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ചോദിച്ചേക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2 0 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 മൈനസ് 4 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 4x ഉണ്ട്. ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയത് മൈനസ് 4x ഉണ്ട്. ഇവിടെ 4x ഉണ്ട്. അപ്പം മൈനസ് പ്ലസ് 4x ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ടു 2. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇതായിരുന്നു പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം ഡിഫറൻസിയേഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അത് വളരെ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് 5, വൈ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 1, ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പം ഇവിടെ എക്സും വൈയും ഫങ്ഷൻ ഓഫ് 5 ആണ്. അപ്പം ഡി എക്സ് ബൈ ഡി 5 എന്ന് പറയുന്നത് 1/5, ലോഗ് 5യുടെ 1/5. ഡി വൈ ബൈ ഡി 5 എന്ന് പറയുന്നത് 2/5, 5 സ്ക്വയറിൻ്റെ 2/5, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം ഡി എക്സ് ബൈ ഡി 5 ഡി വൈ ബൈ ഡി 5 കിട്ടി. Therefore dy by dx is equal to dy by dx എന്ന് പറയുന്നത് dy by d theta divided by dx by d theta. അത് 2/5 d theta അല്ല d5, 2/5 divided by dx by d5 എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പം 2/5 ഇൻറ്റു 5 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/5 സ്ക്വയർ എന്ന് വരും. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറാണ് ചോദിച്ചേക്കുന്നത്. അത് ഡി ബൈ ഡി എക്സ് ഓഫ് 2/5 സ്ക്വയറാണ്. അപ്പം നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഡി ബൈ ഡി എക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ d5 എടുക്കുവാണെങ്കിൽ ഇവിടെ 5 കൊണ്ടുവന്നാൽ നമ്മൾ d5 കളയണം. ഇൻറ്റു ഡിവൈഡ് ബൈ ഡി എക്സ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/5 സ്ക്വയർ എന്ന് പറയുമ്പം അത് 4/5 ഇൻറ്റു d5 ബൈ ഡി എക്സ്. d5 ബൈ ഡി എക്സ് എന്ന് പറയുമ്പം 5 വരും അല്ലേ. ഡി എക്സ് ബൈ d5 1/5. അപ്പോൾ d5 ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇൻറ്റു 5 വരും. അപ്പോൾ അത് 4/5 സ്ക്വയർ. അതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/5 സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ്, if y cube minus y is equal to 2x, then prove that d square y by dx square is equal to minus 24y divided by 3y square minus 1 whole cube. minus 24y divided by 3y square minus 1 all raised to 3. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് y cube മൈനസ് y ഈക്വൽ ടു 2x ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ y ക്യൂബിൻ്റേത് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരികയല്ലേ. y ക്യൂബിന് നമ്മൾ എക്സ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 3y സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടെ വരും ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈയുടേത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 3y മൈനസ് 1 ഇസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ
ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3y മൈനസ് 1 വരുമല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറാണ്. നമ്മൾ ആദ്യം വൈ വെച്ച് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ വൈ ക്യൂബിനെ എക്സ് ക്യൂബായിട്ട് കൺസിഡർ ചെയ്താൽ 3x സ്ക്വയർ. അപ്പോൾ 3y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു 2 കിട്ടി. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പം 3y മൈനസ് 1 ഈക്വൽ ടു 2. അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 3y² ഉണ്ട്. 3y² മൈനസ് 1 എന്ന് കിട്ടി. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ ചെയ്യുവാണെങ്കിൽ 3y² മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 0 മൈനസ് 2 ഇൻറ്റു 3y² മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6y ഇൻറ്റു ഡി വൈ ബൈ 3y² മൈനസ് 1 ഡെറിവേറ്റീവ് 6y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 3y² മൈനസ് 1 ഓൾ റേസ് ടു 2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 മൈനസ് ഇവിടെ നമ്മൾ 2 ഇൻറ്റു 6 ചെയ്യുമ്പം 12y ഡി വൈ ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ 3y² മൈനസ് 1 സ്ക്വയർ. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ 2 ഡിവൈഡഡ് ബൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 12y ഇൻറ്റു 2 divided by 3y² minus 1 divided by 3y² minus 1 whole square വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 24y ഡിവൈഡഡ് ബൈ ഇതും കൂടി ഇങ്ങോട്ട് വരുമ്പം 3y² മൈനസ് 1 റേസ് ടു 3. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.